ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ് ട്യൂട്ടോറിയൽ. സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ. അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പൾസ് റെസ്പോൺസ്. കഴിഞ്ഞ വീഡിയോയിലായിരുന്നു അതൊക്കെ പറഞ്ഞിരുന്നത്. സോ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. സോ നമ്മൾ ഈ വീഡിയോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് പറയും, ദെൻ ഫ്രീക്വൻസി സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ളത്. ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് നമ്മളുടെ LTI സിസ്റ്റത്തിൻ്റെ എന്താണ് ആ LTI സിസ്റ്റം എന്ന് ഡിസ്ക്രൈബ് ചെയ്യും. അതൊരു പറഞ്ഞൊരു പോയിൻ്റാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ളത് നോക്കാം. ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റത്തിന് ഒരു ഇമ്പൾസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന റെസ്പോൺസാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിനാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തിന് ഒരു ഇമ്പൾസ് കൊടുത്തു. ആ ഇമ്പൾസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇമ്പൾസിനോടുണ്ടാവുന്ന റെസ്പോൺസിനാണ് നമ്മൾ പറയുന്നത് ഇമ്പൾസ് റെസ്പോൺസ്. ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ് എന്താണ്. സോ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഹിയർ ദ ഡെഫിനിഷൻ. The impulse response of a system h of n is the output that it produces in response to an impulse input. ഒരു ഇമ്പൾസ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന റെസ്പോൺസ്. ദെൻ ഈ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ DTS സിസ്റ്റത്തിനാണ് നമ്മൾ എച്ച് ഓഫ് എൻ ഡിനോട്ട് ചെയ്യൽ. ദെൻ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യലോ h of t ആണ്. സോ അത് മാറിപ്പോകരുത്. ദെൻ ഹിയർ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്, ഒരു LTI സിസ്റ്റമാണ്. ദെൻ ആ LTI സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് ഉണ്ട് x of t എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് h of t ആണ്. ദെൻ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y of t ആണ്. ദെൻ നമുക്ക് നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയണമെങ്കിൽ y of t ഈസ് ഈക്വൽ ടു x of t കൺവല്യൂഷൻ. ഈ സിഗ്നൽ എന്ന് പറയുന്നത് കൺവല്യൂഷൻ സിമ്പിൾ, ജസ്റ്റ് ഇറ്റ്സ് എ സ്റ്റാർ. ഇതാണ് കൺവല്യൂഷൻ സിമ്പിൾ. ഈ സിമ്പിളിനാണ് നമ്മൾ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ y of t ഈസ് ഈക്വൽ ടു x of t കൺവല്യൂഷൻ h of t. ഇതാണ് നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് സിസ്റ്റത്തിൽ 2 ടൈപ്സ് റെസ്പോൺസ് പറയാം. ഒന്ന് ടൈം ബേസ് റെസ്പോൺസും, ദെൻ സെക്കൻഡ് വൺ ഈസ് ഫ്രീക്വൻസി ഡൊമൈൻ ആയിട്ടുള്ള റെസ്പോൺസ്. 2 ടൈപ്സ് റെസ്പോൺസ് ആണ് നമ്മളുടെ സിസ്റ്റത്തിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ടൈം ബേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രീക്വൻസി ഡൊമൈൻ. ഹിയർ നമ്മൾ ഫൈനൽ പറഞ്ഞിരിക്കുന്ന മൊത്തവും ടൈം ബേസ്ഡ് റെസ്പോൺസ് ആണ്. ബിക്കോസ് ടൈം ബേസ്ഡ് റെസ്പോൺസിൽ വരുന്നതാണ് നമ്മളുടെ സിസ്റ്റം വർക്ക് ചെയ്യുമ്പം അതിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു റാമ്പാണ് കൊടുക്കുന്നതെങ്കിൽ റാമ്പ് ഇൻപുട്ടാണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് സിഗ്നൽ ഇൻപുട്ടാണോ അല്ലെങ്കിൽ ഇമ്പൾസ് ആണോ നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് അവിടെ ടൈം ബേസ്ഡ് റെസ്പോൺസ് ആണ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സൈനസോയിഡൽ വേവിൻ്റെതാണ്, സൈനസോയിഡൽ റെസ്പോൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ നോക്കൽ ഫ്രീക്വൻസി ഡൊമൈനാണ്. സോ ഹിയർ ഞാൻ പറയാൻ കാരണം ഈ കണ്ടിരിക്കുന്നത് നമ്മൾ ടൈം ബേസിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി ഡൊമൈൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കാണണമെങ്കിൽ, ദാറ്റ് മീൻസ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഒന്നിക്കൽ ലാപ്ലേസ് ട്രാൻസ്ഫോമോ അതല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമോ യൂസ് ചെയ്യാം. ട്രാൻസ്ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ y ഒമേഗയും, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യണമെങ്കിൽ y(s) ആണ്. ദെൻ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം നമുക്കിനി. y of omega is equal to x of omega into h of omega. ഹിയർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് കൺവല്യൂഷൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. ദെൻ ഇതിപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ആണ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ y of s is equal to x of s into h of s. ദെൻ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ ഈ ഒരു ഇക്വേഷനിൽ
നമുക്ക് നമ്മളുടെ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. യോ എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എച്ച് ഓഫ് എസും എക്സ് ഓഫ് എസ് ആൻഡ് വൈ ഓഫ് എസ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സോ ദെൻ എച്ച് ഓഫ് എസ് കാണണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വൈ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എസ്. സോ ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫോം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫോം ഫംഗ്ഷൻ. ദെൻ കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. 4 ടൈപ്സ് ഉള്ളത്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് അഡീഷൻ, ദെൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ദെൻ കമ്മ്യൂട്ടേറ്റീവ്, ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ഓഫ് ടി. ദെൻ അസോസിയേറ്റീവ്, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് വൺ ടി കൺവല്യൂഷൻ എച്ച് ടു ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഓഫ് എച്ച് വൺ ടി കൺവല്യൂഷൻ എച്ച് ടു ടി. Then a distributive of addition, x of t convolution of h1t plus h2t is equal to x of t convolution h1t plus xt convolution h2t. Then identity element, x1t convolution h of t then is equal to h of t. സോ ഈ പ്രോപ്പർട്ടി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ജസ്റ്റ് ഇത് നോക്കേണ്ടതാണ്. ട്രാൻസ്ഫോം ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസ്ഫോം ഫംഗ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവല്യൂഷൻ തിയറി വെച്ചിട്ട് നമ്മളുടെ ഒരു ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഇമ്പൾസ് റെസ്പോൺസ് വരുമ്പോഴുള്ളത്. ദെൻ നമ്മുടെ ഇത് ടൈം ഡൊമൈൻ ആയിട്ടുള്ളതാണ്, ഇത് ഫ്രീക്വൻസി ഡൊമൈൻ ആയിട്ടുള്ളതാണ്. ദെൻ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് നമ്മളുടെ എച്ച് ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് വൈ ഒമേഗ ബൈ എക്സ് ഒമേഗ. ദെൻ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫോം ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിനെ കൊണ്ടുള്ള യൂസ് എന്താണെന്നാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾക്കൊരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ ഇൻപുട്ടും തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. മീൻസ് നമുക്ക് നമ്മളുടെ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. ഗിവൺ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് ഓഫ് ടിയും ദെൻ വൈ ഓഫ് ടിയും തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് അവർ പറഞ്ഞു എച്ച് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ദെൻ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? അതിനാണ് നമ്മൾ ട്രാൻസ്ഫോം ഫംഗ്ഷൻ മെയിൻലി യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഈ ഇക്വേഷൻ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റത്തിൽ വെച്ചിട്ട് എച്ച് ഒമേഗയിൽ നിന്നും ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ദെൻ ഈ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ഫോറിയറിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം നോക്കുക എച്ച് ഒമേഗൻ്റെ. ദെൻ നമുക്കതിന്ന് നമ്മളുടെ എച്ച് ഓഫ് ടി ആണ് കിട്ടുക. സോ മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ദെൻ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുമല്ല, നമ്മളുടെ ഒരു സിഗ്നലിൻ്റെ എന്താണോ അതിൻ്റെ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് അതിന് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോം ഫംഗ്ഷൻ എച്ച് ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോം ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. ദെൻ ഇപ്പോൾ നമുക്ക് കാണേണ്ടത് ലാപ്ലസിലാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണതാണ്. ദെൻ ലാപ്ലസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എച്ച് ഓഫ് ഒമേഗയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യൽ എച്ച് ഓഫ് എസ് ആണ്. ദെൻ എച്ച് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യൽ ലാപ്ലസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി
ഇത് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ LTI സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പ്രീവിയസ് വീഡിയോയിൽ LTI സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ LTI സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, ദെൻ ലീനിയർ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു, ടൈം ഇൻവാരിയൻറ്റ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞു, ദെൻ ഇമ്പൾസ് റെസ്പോൺസിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫോം ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.